ഇന്നൽപ്പം ബ്ലൂ ടീ ആയാലോ? നമ്മുടെ തൊടിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് ശംഖുപുഷ്പം. ധാരാളം ആയുർവേദ ഗുണങ്ങളുള്ള ഈ ചെടി ഓരോരുത്തരുടെയും വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണാനും ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചിട്ടുണ്ട്. ഇത് ഇരട്ട ദളങ്ങളുള്ള നീല ശംഖുപുഷ്പമാണ്. ഇതിൻ്റെ തന്നെ പർപ്പിൾ, വെള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കാറ്. ബ്ലൂ ടീ ഉണ്ടാക്കുന്ന ഇങ്ങനെ നോക്കാം. അല്പം വെള്ളത്തിൽ പൂക്കളൊന്ന് കഴുകിയെടുക്കാം, കാരണം പുറത്താണ് വളരുന്നത്, ഒരുപാട് ഡസ്റ്റൊക്കെ ഉണ്ടാവും. ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഇതിന് മേലെയുള്ള പച്ച കളറിലുള്ള ഞെട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്യണം എന്ന് പറയുന്നത് അധികം ആ പച്ചയുടെ ടേസ്റ്റ് ഇറങ്ങണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പച്ച കളർ നമുക്ക് റിമൂവ് ചെയ്ത ശേഷം ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി 2 പൂക്കളാണ് എടുക്കുന്നത്. ഒരു പൂ തന്നെ ധാരാളമാണ്, പക്ഷേ ഇത്തിരി കളറോട് കൂടി കഴിക്കണമെങ്കിൽ 2 പൂ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണ 2 രീതിയിൽ ഈ ചായ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് കൂടെ തിളപ്പിച്ച് അരിച്ചെടുക്കുന്നത് കുടിക്കുന്നത് കാണാറുണ്ട്. അതല്ലാതെ ഞാൻ 2ാമത്തെ രീതിയാണ് ഫോളോ ചെയ്യാറ്. വെള്ളം നന്നായി തിളച്ച ശേഷം ആ വെള്ളം നമ്മുടെ ഈ കപ്പിലേക്ക് ഒഴിക്കും. കപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ബ്ലൂ കളർ ആ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. ഈ ഒരു വഴിയെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ആളൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം അന്ന് മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കുടിക്കാറ്. എപ്പോഴും കുടിക്കാറില്ല. എനിക്ക് എപ്പോഴൊക്കെ തോന്നുമ്പോൾ അന്നൊക്കെ ഞാനിത് വെച്ച് കഴിക്കും. ശംഖുപുഷ്പത്തിന് നമ്മുടെ തലച്ചോറിൻ്റെ നല്ല വികസനത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൻ, ഹെയർ എന്നൊക്കെ നല്ലതാണെന്നും കേട്ടിട്ടുണ്ട്. എത്രത്തോളം യാഥാർത്ഥ്യം ഇതിലുണ്ടെന്ന് അറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആയുർവേദത്തിൽ ശംഖുപുഷ്പത്തിന് ഒരു സ്ഥാനമുണ്ടെന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഒരു കുഞ്ഞറിവിലുള്ളതാണ്. അപ്പോൾ കുടിക്കുന്നത് കൊണ്ട് മോശമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല. എനിക്ക് ഫീൽ ചെയ്ത വേറൊരു നല്ല ഗുണം ഇതിന് ഡൈജഷൻ പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡൈജഷൻ പ്രോസസ്സ്. അപ്പോൾ അതിനൊരു ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കിത് കഴിച്ചപ്പോഴൊക്കെ. സോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നീല ചായ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ പൂവിൽ നിന്നുള്ള കളർ തന്നെ അതിലേക്ക് ഡിസോൾവ് ആവാൻ തുടങ്ങും. ഈ പ്രോസസ്സ് ഒന്ന് സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മാക്സിമം ഒരു 5 മുതൽ 6 മിനിറ്റിനകത്ത് തന്നെ ഈ വെള്ളത്തിലേക്ക് ഈ കളർ മുഴുവനായിട്ട് ഡിസോൾവ് ആവും. സോ നമുക്ക് തിളപ്പിക്കുന്നതിനേക്കാളും നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ഇത്തിരി ചൂടായ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും കളർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല കളറുള്ള നമ്മുടെ ബ്ലൂ ടീ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഈ ബ്ലൂ ടീ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.